കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കി ശശി തരൂർ MP. അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരതകൾ വിശദീകരിച്ച് ശശി തരൂരിന്റെ ലേഖനം. അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായം. അതിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്നും തരൂരിന്റെ ലേഖനം. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നു. അനൂപ് ദാസ്, ഈ ശശി തരൂർ രണ്ടും കൽപ്പിച്ചാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുമോ? കാരണം കുറേ കാലങ്ങളായി ഇപ്പോൾ ഇത്തരം നിരവധി പ്രശ്നങ്ങൾ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഇക്കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സർവേയുടെ ഫലങ്ങൾ സ്വയം പങ്കുവച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ആരോപണവും ഉള്ളിലൊരു പ്രശ്നങ്ങളും ഒക്കെ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇതുകൂടി. എന്താണ് ലേഖനത്തിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ, വിശദ വിവരങ്ങൾ എന്തൊക്കെ? മൂത്തി, ലേഖനം അതിരൂക്ഷമായിട്ടാണ് അടിയന്തരാവസ്ഥ കാലത്തെ ഭരണത്തെ വിമർശിക്കുന്നത്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകൾ, പാഠങ്ങൾ അനവധി, ഇരുണ്ട അധ്യായം തുടങ്ങിയിട്ടുള്ള സെപ്പറേറ്റ് ഹെഡിംഗ് ഒക്കെ നൽകി ഈ ലേഖനത്തിൽ അടിയന്തരാവസ്ഥ കാലത്തെ കോൺഗ്രസ് ഭരണത്തെ അതിനിശിതമായി വിമർശിക്കുന്ന കാഴ്ച നമുക്ക് ഈ ലേഖനം വായിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. വിയോജിപ്പുകളെ നിശബ്ദമാക്കിയും യോഗം ചേരാനും എഴുതാനും സ്വതന്ത്രമായി സംസാരിക്കാനുമുള്ള മൗലികാവകാശങ്ങൾ വെട്ടിച്ചുരുക്കിയും ഭരണഘടനാപരമായ നിയമങ്ങളോടുള്ള പരസ്യമായ അവഗണനയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മായാത്ത മുറിവേൽപ്പിച്ചു എന്നാണ് അന്നത്തെ കോൺഗ്രസ് ഭരണത്തെ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ശശി തരൂർ രൂക്ഷമായി വിമർശിക്കുന്നത്. മാത്രവുമല്ല, അച്ചടക്കത്തിനും ക്രമത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകളായി മാറി. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് നയിച്ച നിർബന്ധിത വന്ധ്യംകരണ പരിപാടികൾ അതിനുദാഹരണമാണ് എന്ന് പറയുന്ന തരൂർ ന്യൂഡൽഹി പോലുള്ള നഗരകേന്ദ്രങ്ങളിൽ ചേരികൾ നിഷ്കരുണം ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കി. അവരുടെ ക്ഷേമത്തെക്കുറിച്ച് പരിഗണനയെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് ശശി തരൂർ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ചേരികൾ ഇടിച്ചു നിരത്തിയത് പോലെ തന്നെ ഇപ്പോഴും നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഡൽഹിയിലെ ചേരികൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ താമസിച്ച ജനങ്ങൾക്ക് മറ്റൊരിടത്ത് താമസിക്കാനുള്ള സൗകര്യം പോലും സർക്കാർ ചെയ്തു കൊടുക്കുന്നില്ല. ആ യാഥാർത്ഥ്യം ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ശശി തരൂർ 1975 നടന്ന കാര്യത്തെ വൈകാരികമായി അവതരിപ്പിക്കുന്നത്. അന്ന് യഥാർത്ഥത്തിൽ ക്രൂരതകൾ അരങ്ങേറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഈ അടിയന്തരാവസ്ഥ കാലത്തിന്റെ 50ാം വാർഷികത്തിൽ വീണ്ടും അത് എടുത്തു പറഞ്ഞ് ഇന്ത്യൻ സമൂഹത്തെ വീണ്ടും ഓർമ്മിപ്പിച്ച ആ ക്രൂരതകൾ ഓർമ്മിപ്പിക്കുന്നു ഒരു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് എന്നതാണ് ഇതിലെ വിഷയം. കഴിഞ്ഞ ഏതാണ്ട് 2-3 മാസക്കാലമായി, അതിന് മുൻപേ തന്നെ കോൺഗ്രസ് നേതൃത്വവുമായി പലപ്പോഴും ഉടക്കാറുണ്ട് തരൂറെങ്കിലും, കഴിഞ്ഞ 2-3 മാസക്കാലമായി ഒരു കോൺഗ്രസ്സുകാരൻ അല്ലാത്തതുപോലെയാണ് ശശി തരൂരിന്റെ പെരുമാറ്റം. അത് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്ന ഒരു തീരുമാനത്തോട് യോജിച്ചു പോകാതെ പാർട്ടിയെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒടുവിലത്തെ അധ്യായങ്ങളായിരുന്നു വിദേശത്തേക്കുള്ള പോക്ക്. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തൽ, മോദിയുടെ ഭരണ മികവിനെ കുറിച്ച് പറയൽ, അത് കഴിഞ്ഞ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. കൂടി വിവരങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. പ്രവർത്തക സമിതി അംഗമായ ഒരാൾ കോൺഗ്രസിനെ നിരന്തരം ഇത്തരത്തിൽ കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന ശശി തരൂർ ഇപ്പോഴിതാ വീണ്ടും ഒരു ലേഖനത്തിലൂടെ അടിയന്തരാവസ്ഥ ഒരു കറുത്ത അധ്യായമാണ് എന്നും അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിട്ടുള്ള ദുരവസ്ഥകൾ, ബുദ്ധിമുട്ടുകളൊക്കെ രൂക്ഷമായ ഭാഷയിൽ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കോൺഗ്രസിനെ കൂടുതൽ കുഴപ്പത്തിലേക്ക് ആക്കില്ലേ? എന്തായിരിക്കും കോൺഗ്രസ് ഇനി എടുക്കുന്ന നടപടികൾ? ഹരികൃഷ്ണ. മോത്തി, ശശി തരൂരിനെ ഇനി എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളതായിരിക്കും കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുക. അതായത് തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലാണ് ശശി തരൂരിന്റെ ഓരോ പ്രതികരണങ്ങളും പ്രസ്താവനകളും എഴുത്തുകളും ഒക്കെ വരുന്നത്. അനൂപ് പറഞ്ഞതുപോലെ ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ സംഭവങ്ങൾ, പ്രധാനമന്ത്രിയെ വിമർശിക്കാതെ പറയുന്ന ചില കാര്യങ്ങൾ, മാത്രമല്ല കോൺഗ്രസിലെ തന്നെ ഇപ്പോൾ ഈ അവസാനമായി ഈ ലേഖനം, അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ടുള്ള ശശി തരൂരിന്റെ ലേഖനം, അത് നെഹ്റു കുടുംബത്തിനെ പോലും വിമർശിച്ചുകൊണ്ടുള്ള തരത്തിലാണ് ഇപ്പോൾ അത്തരത്തിലൊരു ലേഖനം എഴുതിയിരിക്കുന്നത്. അത് എന്ത് സാഹചര്യത്തിൽ ഇപ്പോൾ ചർച്ചയാക്കുന്നു എന്ന് ശശി തരൂർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വളരെ പ്രസക്തമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള തരത്തിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചില പോസ്റ്റുകൾ, അപ്പോൾ അത്തരം കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ കാര്യമായി പ്രതിരോധത്തിലാക്കുന്നുണ്ട്. നേരത്തെയും ഇപ്പോഴും ഇനി വരുന്ന ദിവസങ്ങളിലും ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ
ശ്രദ്ധയോടെയാണ് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത്. ഒരു പരസ്യ വിമർശനത്തിന് കോൺഗ്രസ് നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടുമില്ല. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്, ഇന്ന് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം, ഇന്നലെ KPCC അധ്യക്ഷന്റെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനോട് പാർട്ടിക്കുള്ളിൽ തന്നെ പലർക്കും അതൃപ്തി ഉണ്ടെങ്കിലും ശ്രദ്ധയോടെ പ്രതികരിച്ച് മുന്നോട്ട് പോകാനായിരിക്കും തീരുമാനം. പക്ഷേ ഇത്തരം പ്രതികരണങ്ങളും നേതൃത്വത്തെ വിമർശിച്ചും കേന്ദ്രത്തെ പുകഴ്ത്തിയുമുള്ള പല പോസ്റ്റുകളും പ്രതികരണങ്ങളും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുമ്പോൾ ശശി തരൂരിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ള കാര്യം നേതൃത്വം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.